ഹലോ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം എസ് എം സ്ട്രീറ്റിൽ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ആദ്യം തന്നെ മിക്കിമോക്കൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അത് ഇതാ സിപ്പർ ടൈപ്പാണ് കേട്ടോ. ഇവിടെ ഞെക്കുമ്പോൾ അത് ഓപ്പൺ ആവും. ഇത്തിരി വലുതാണ് കേട്ടോ. മറ്റേത് അവളുടെ പഴയത് അത് ഇച്ചിരി നാശമായിട്ടുണ്ട്. നിലത്തൊക്കെ ഇട്ട് ഉരച്ച് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ വാങ്ങിയത് ഇതേപോലത്തെ 3 ടീഷർട്ടാട്ടോ. മിക്കിക്ക് കോട്ടൻ്റെ ഇല്ല. അവന് ട്യൂഷന് കൊണ്ടുപോകാനൊക്കെ വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ ഉടുപ്പ് അങ്ങനെ ഇടിക്കല്ല, ചൂടായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 3 ടീഷർട്ടും ചെറിയ 3 ട്രൗസറും എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയ കേട്ടോ. അത്യാവശ്യം വിലക്കുറവുണ്ട്. പിന്നെ മിക്കി മോള് വഴക്ക് കൂടിയിട്ട് വാങ്ങിയാണ് കേട്ടോ. ബാഗ് വേണമെന്ന് പറഞ്ഞ് വഴക്ക് കൂടി. അവർക്ക് ഓൾറെഡി ഒരു ബാഗ് വേറെ വാങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ വഴക്ക് കൂടിയിട്ട് വാങ്ങിയാണ് കേട്ടോ. അപ്പം അവർക്ക് ഞെക്കാനും കളിക്കാനും ഇപ്പം ഇതിലാണ് കളി. കുറച്ച് ദിവസമായല്ലോ വാങ്ങിയിട്ട്. അപ്പോൾ ഇതിലാണ്, ഇതും തൂക്കിയിട്ടാണ് കളി. പക്ഷെ അവൾക്ക് ടോയ്സിനോട് വലിയ കാര്യമില്ല. എന്നാലും ഇതും തൂക്കിയിട്ട് ഇപ്പോൾ നടക്കുന്നതാണ്. ഇതിലൊരു ഭാനു ബബ്ലു കാർട്ടൂണിലെ ഒരു ഭാനുവിൻ്റെ ചെറിയൊരു ഇതുണ്ട് അവളുടെ കയ്യിൽ. അതൊക്കെ ഇട്ട് ഞാൻ നടക്കും. പിന്നെ ഞാനൊരു ഫോൺ കവർ വാങ്ങി കേട്ടോ. പക്ഷെ ഞാനിത് വീട്ടിൽ നിന്ന് ഇടില്ല. കാരണം എന്താ വെച്ചാൽ നാശമായി പോകും. അപ്പം ഞാൻ പുറത്തേക്ക് പോകുമ്പം നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലെ എൻ്റെ ഫോണിന് ഒരു ഉടുപ്പ് വാങ്ങി കൊടുത്തു കേട്ടോ. അടിപൊളിയല്ലേ? എനിക്കിഷ്ടമായി. ഒരു ഫോൺ പൗച്ചുകളുടെ മാത്രം ഒരു കടയുണ്ടായിരുന്നു അവിടെ. അപ്പം അവിടുന്ന് വാങ്ങിയ സൂപ്പർ. പിന്നെ എനിക്ക് പള്ളിയിലൊക്കെ കൊണ്ടുപോകാനും അവളുടെ വാട്ടർ ബോട്ടിൽ കൊള്ളണമെന്നുണ്ടായിരുന്നുള്ളൂ. അത് കൊള്ളാൻ കണക്കാക്കിയ ഒരു ബാഗ് കേട്ടോ. ഇതിന് എത്ര രൂപ പറയും കണ്ടിട്ട്? സൂപ്പർ ബാഗാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു ചെയിനൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ സംഭവം. എങ്ങനെയുണ്ട്? അപ്പം ഇതിന് എത്ര രൂപ കണ്ടാലും പറയും. ഇവിടെ ഒരു ഓപ്പണിങ്. പിന്നെ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടാൻ ഇതിൻ്റെ അകത്തൊരു കള്ളിയുണ്ട് കേട്ടോ. അപ്പം അടിപൊളി. ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ഒരു ബോറാണ് കേട്ടോ. ഇതൊക്കെ റെഡിയാക്കണം. സൈഡൊക്കെ കണ്ടില്ലേ? ഞാനിത് പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ അടുത്ത് വന്നിട്ടാണ്. വേറെ അകത്തൊന്നും ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല കേട്ടോ. സ്റ്റുഡിയോ ഒന്നും ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടായില്ല. അപ്പം ഒക്കെ റെഡിയാക്കാം. എല്ലാം റെഡിയാവണം. അപ്പോൾ പിന്നെ വാങ്ങിയത് അവക്കൊരു ബാഗ്. ഇത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പം കുറച്ച് റേറ്റും ഉണ്ട്. നമ്മൾ മീഷോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ വേണ്ടതുകൊണ്ട്. അപ്പം ട്യൂഷന് പോകുമ്പം അവൻ്റെ ബാഗ് ഇട്ട് നടക്കണം. ഒരു പിന്നെ ബാഗ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ്റെ ബുക്ക് ഇതിൽ തന്നെയാണ് ഇട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളാണല്ലോ ട്യൂഷന് പോകുന്നത്. ഞാനും അവനും അവളും കൂടിയാണല്ലോ പോകുന്നത്. അപ്പം അവളാണ് ഒരു ബുക്കേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് ഇട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല ഭംഗിയില്ലേ? നമുക്ക് വേണമെങ്കിൽ കളിക്കുകയും ചെയ്യാം. അപ്പം അടുത്തത് പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഒരു കുട വാങ്ങണമെന്ന് വിചാരിച്ചു. അത് വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഇനി പിന്നെ ഒരു ദിവസം വാങ്ങാമെന്ന് വിചാരിച്ചു. അന്ന് മറന്നുപോയി. സത്യം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് മറന്നുപോയി. അപ്പം ഇനിയിപ്പോൾ അപ്പോൾ കുറച്ച് കമ്മലുകളും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും എസ് എം സ്ട്രീറ്റിൽ പോകുമ്പോൾ ഒത്തിരി കമ്മൽ ഞാൻ വാങ്ങുവാണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് കമ്മൽ വാങ്ങലൊക്കെ നിർത്തി. നമ്മൾ ഫാൻസിയിലൊക്കെ പോകുമ്പോൾ 1 2 എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമേ വാങ്ങണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് കമ്മൽ വാങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. റെഡ് കളറാണ് കേട്ടോ. എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാ. സെക്കൻഡ് വൺ റിംഗ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എസ് എം സ്ട്രീറ്റിൽ ഒരുപാട് കമ്മലുണ്ട് കേട്ടോ.
വീണ്ടും ഒരു റിംഗ് ആണ്. ഇത് റിംഗ് ആയിട്ട് ഇടുന്നതല്ല, ഇതിങ്ങനെ കൊളുത്തി ഇടുന്നതാണ്. നെക്സ്റ്റ് ഞാനൊന്നും തുറന്ന് നോക്കിയിട്ട് പോലും ഇല്ല. ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. വീണ്ടും ഒരു ഓക്സിഡൈസ്ഡ് കമ്മലാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്പോഴത്തെ ഒരു മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ ഇപ്പം കമ്മലത് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ഇതും പുതിയതായിട്ട് വന്നൊരു മോഡലാണ് കേട്ടോ. ഹായ്. പിന്നെ അടുത്തത് വന്നിട്ട് വേറൊരു റിംഗ് ആണ് കേട്ടോ. ഞാൻ റിംഗ് കമ്മലിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. ഇത് സൂപ്പറായിട്ടില്ലേ. ഇത്തിരി വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ അഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഈ ടൈപ്പ് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, പോയതാണ് കേട്ടോ. പിന്നെ ഇത്തിരി തിന്നായിട്ടുള്ളത്, ഇത്തിരി കട്ടിയുള്ളതുണ്ടായിരുന്നു. പിന്നെ വീണ്ടും സെയിം റിംഗ് ആണേ. വൈറ്റും അതിലെ സ്റ്റോണാട്ടോ. സൂപ്പറാട്ടോ. അപ്പം അവസാനമായിട്ട് നമ്മൾ 2 സാധനം കൂടെ ഉണ്ട് കേട്ടോ. മീഷോയിൽ നിന്ന് വന്നതാട്ടോ. ഇന്ന് വന്നതായതുകൊണ്ട് അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടതാ മിക്കി മോക്ക് ഞാനൊരു ടോയ് വാങ്ങിയാണ് കേട്ടോ. അവൾക്ക് ഒരു ടോയും ഇല്ല, അവൾ കളിക്കാറില്ല ടോയ് വെച്ച്. അപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ അവൾക്ക് കളിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട്, കളേഴ്സ് പഠിക്കാനും ഒക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അത് നമുക്ക് സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ മീഷോയിൽ നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവിൽ 150 അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതാണ് കേട്ടോ. രസമല്ലേ. പിന്നെ ഉള്ളത് ഇതാ, ഞാനൊരു മേക്കപ്പ് പൗച്ച് വാങ്ങിയതാണ് കേട്ടോ. മേക്കപ്പ് സെറ്റൊക്കെ ഇട്ട് വെക്കാൻ, മേക്കപ്പ് സാധനങ്ങളൊക്കെ. അവൾക്ക് ലിപ്സ്റ്റിക്കും എല്ലാം അവൾക്ക് വേണം. സൺസ്ക്രീനൊക്കെ എടുത്ത് അവൾ തുറക്കും. അപ്പോൾ അവൾക്കത് നല്ലതല്ലല്ലോ. അപ്പം മിക്കി മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എവിടെയെങ്കിലും പോകുമ്പം കൊണ്ടുപോകാനും ഇവിടെ എടുത്ത് വെക്കാനൊക്കെ സൗകര്യമൊക്കെ കുറവാണ്. അപ്പം എന്താ പറയുക, പൊടിയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ എടുത്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ആണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും. 2 സിബൊക്കെ ആയിട്ട് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഞാനും ആദ്യമായിട്ട് കാണാൻ, ഞാനിപ്പോൾ ഉള്ള ഓപ്പൺ ചെയ്യണേ. നല്ല ബാഗാണ് കേട്ടോ. പിന്നെ ഇത്തിരി ശ്രദ്ധിക്കേണ്ടി വരും. സൈഡിൽ ഇവിടെ പിടിച്ചാൽ പോത്തുണ്ടാവില്ല. ചെളിയും പിന്നെ എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ പെട്ടെന്ന് പോത്തുണ്ടാവില്ല. എന്നാലും നല്ല ബാഗാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയത് സാധനങ്ങളൊക്കെ. അപ്പം ഇനി വേറൊരു വീഡിയോ കാണാം. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അപ്പോൾ ബൈ ബൈ.